ദക്ഷിണ റെയിൽവേ തിരുവനന്തപുരം ഡിവിഷന്റെ ആഭിമുഖ്യത്തിൽ റെയിൽ വൺ ആപ്പിന്റെ പ്രചാരണത്തിനായി സംഘടിപ്പിച്ച ഗോ ഗ്രീൻ ക്യാമ്പയിൻ എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ ആരംഭിച്ചു. ജില്ലാ കളക്ടർ ജി പ്രിയങ്കയും ചലച്ചിത്ര താരം ഷൈനികവും ചേർന്ന് ആപ്പ് ഫ്ലയർ അനാച്ഛാദനം ചെയ്തു. ഡിജിറ്റൽ ഹരിത സംരംഭങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി എല്ലാ തിങ്കളാഴ്ചകളിലും പ്രധാന റെയിൽവേ സ്റ്റേഷനുകളിൽ ഇത്തരം ബോധവൽക്കരണ പരിപാടികൾ തുടരാനാണ് ഡിവിഷന്റെ തീരുമാനം. പരിസ്ഥിതി സൗഹൃദ യാത്രാശീലങ്ങളും ഡിജിറ്റൽ ടിക്കറ്റിംഗും പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി ദക്ഷിണ റെയിൽവേ തിരുവനന്തപുരം ഡിവിഷൻ ആവിഷ്കരിച്ച ഗോ ഗ്രീൻ ക്യാമ്പയിന് എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ തുടക്കമായി. റെയിൽ വൺ ആപ്പിന്റെ പ്രചരണാർത്ഥം സംഘടിപ്പിച്ച പരിപാടിയുടെ ഭാഗമായി തയ്യാറാക്കിയ പ്രത്യേക ഫ്ലെയർ എറണാകുളം ജില്ലാ കളക്ടർ ജി പ്രിയങ്കയും ചലച്ചിത്ര താരം ഷൈനികവും ചേർന്ന് അനാച്ഛാദനം ചെയ്തു. ടിക്കറ്റ് എടുക്കാനും അതേപോലെ പോകുന്ന വഴി നമുക്ക് ഭക്ഷണം ഓർഡർ ചെയ്യാനും എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ചെറിയ കംപ്ലൈന്റ് ഒക്കെ ഉണ്ടെങ്കിൽ അത് രേഖപ്പെടുത്താനും ഒക്കെ ഒരു ആപ്പിൽ നമുക്ക് പറ്റുകയാണ്. ഇന്ത്യൻ റെയിൽവേസിന്റെ ഒരു പുതിയ ഇനിഷ്യേറ്റീവാണ് റെയിൽ വൺ ആപ്പ്. ഈ റെയിൽ വൺ ആപ്പിൽ പറയുന്നത് ഒരേ അംബ്രല്ല താഴെ എല്ലാ സർവീസസ് കൊടുക്കാനുള്ളതാണ് എന്ന് പറഞ്ഞാൽ ഗോ ഗ്രീൻ ഇനിഷ്യേറ്റീവിന്റെ ഭാഗം കൂടി ചേർത്തിട്ട് ഇപ്പോൾ നിന്നെ പ്ലാറ്റ്ഫോം ടിക്കറ്റ്സും എല്ലാ ടിക്കറ്റ്സും ഈ ഒരു ആപ്പിൽ തന്നെ എടുക്കാൻ പറ്റും. ഗ്രീവാൻസ് ഡ്രസ്സിലടക്കം എല്ലാ കാര്യങ്ങളും ഈ റെയിൽ വൺ ആപ്പിൽ തന്നെ ഉണ്ടായിരിക്കും. ഞാൻ ഈ റെയിൽ വൺ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. താങ്കൾ എല്ലാവരും കൂടെ റെയിൽ വൺ ആപ്പ് ഡൗൺലോഡ് ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു. തിരുവനന്തപുരം ഡിവിഷൻ സീനിയർ ഡിവിഷണൽ കൊമേഴ്സ്യൽ മാനേജർ നിതിൻ നോർബർട്ട്, എറണാകുളം ഏരിയ മാനേജർ എസ് വാസുദേവൻ എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു ഉദ്ഘാടന ചടങ്ങുകൾ നടന്നത്. റെയിൽ വൺ ആപ്പ് ഉപയോഗിക്കുന്നതിലൂടെ പേപ്പർ ടിക്കറ്റുകൾ ഒഴിവാക്കാനും അതുവഴി പരിസ്ഥിതി സംരക്ഷണത്തിൽ പങ്കാളികളാകാനും യാത്രക്കാരെ പ്രേരിപ്പിക്കുകയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് റെയിൽവേ ചൈൽഡ് ലൈൻ പ്രവർത്തകരും വിവിധ കോളേജുകളിൽ നിന്നുള്ള NSS വോളണ്ടിയർമാരും ചേർന്ന് ഫ്ലാഷ് മോബും ലഘുനാടകവും അവതരിപ്പിച്ചു. തുടർന്ന് സ്റ്റേഷനിലെത്തിയ യാത്രക്കാരുമായി ഉദ്യോഗസ്ഥരും വോളണ്ടിയർമാരും സംവദിക്കുകയും ആപ്പിന്റെ ഉപയോഗത്തെക്കുറിച്ച് ബോധവൽക്കരണം നടത്തുകയും ചെയ്തു. ഡിജിറ്റൽ ഹരിത സംരംഭങ്ങൾ വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായി എല്ലാ തിങ്കളാഴ്ചയും പ്രധാന സ്റ്റേഷനുകളിൽ ഇത്തരം പ്രവർത്തനങ്ങൾ തുടരുമെന്ന് റെയിൽവേ അധികൃതർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. സെവൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ പള്ളൂരുത്തി ഷോറൂമിന്റെ ഇനാഗുറൽ ഓഫറായിട്ട് ജനുവരി 11 മുതൽ ഫെബ്രുവരി 11 വരെ ഗോൾഡ് പർച്ചേസ് ചെയ്യുന്നതിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന 11 ഭാഗ്യശാലികൾക്ക് സമ്മാനമായി ഗോൾഡ് കോയിൻ ലഭിക്കുന്നതാണ്. ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറിയുടെ ഒരുപാട് കളക്ഷൻ നമ്മുടെ സെവൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ അവൈലബിൾ ആണ്.